ആ അച്ഛാ എന്താ അച്ഛൻ ഭാഷകളെ കണ്ട ആ കണ്ട് എന്താ ഇപ്പൊ സമാധാനമായി. സമാധാനമായ അല്ല അച്ഛൻ നേരത്തെ പറഞ്ഞിട്ട് പോയ കാര്യമില്ലേ, ഞാൻ പേടിച്ചിരിക്കുന്നു. ആ ഇനി അങ്ങനെ പേടി മാറ്റിയൊന്നും വേണ്ട, ഏത് സമയത്തും പേടിക്കാം. അച്ഛ ചുമ്മാ ഒന്നും വേണ്ട കേട്ടാ. ഇവിടെ അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാവരും നെഞ്ചിൽ തീയാണ്. എന്തിനാ ആശുപത്രിയൊന്നും പോണ്ട. ഇത് കണ്ണുണ്ട് ഇവിടെ രണ്ടുപേരും മല പോലെ നിൽക്കുന്നുണ്ടില്ലേ? ആ ഇവിടെ ഇപ്പൊ ഉള്ളത് മലയാ, മനുഷ്യന്മാരും ഇല്ലെന്നാ ചോദിച്ചത്. ആരും ഇല്ലേ? എന്താ എന്താ പ്രശ്നം? എന്താ നീലമ്മല്ലേ ഇവിടെ? ആ നീലമ്മയുണ്ട്. അമ്മേ അമ്മ നീ ആരെങ്കിലും വന്ന് പറഞ്ഞാ വിളിച്ചോടി. നീലമ്മ ഏത് കുഴപ്പമില്ല അമ്മ. എന്താ? അതെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരും കൂടെയാണ് കാര്യം പറയാനുള്ളത്. എന്നിട്ട് ഒരാൾ മാത്രം എന്ത് പറയാതിരിക്കുന്നത്? ഓ, നേതൃത്വം നിനക്കാണല്ലോ. ബാലോചൻ വലിയ വർത്താനൊന്നും പറയണ്ട. ഇവിടെ നീലമ്മയുടെ നിഴലല്ലേ ബാലോചൻ ജീവിക്കുന്നത്. ഓഹോ, അപ്പൊ കഥകളൊക്കെ നേരത്തെ പൊലിപ്പിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ നീ കൊള്ളാനടാ. എടോ, ഇയാൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. അത് പറഞ്ഞോളൂ, അതിന് ആരും പറഞ്ഞു ഉറപ്പിക്കാൻ നിൽക്കണ്ട. കേശു പറഞ്ഞു തുടങ്ങിട്ട് വാ. ബാലോചന ഇത്ര വെപ്രാളം. അതെ, എനിക്ക് മക്കൾ 5 ആയിരുന്നു, ഇപ്പൊ 4 ഉള്ളൂ. ആ 4 മക്കൾ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി, നീ എന്നെ അച്ഛാന്ന് വിളിക്കണ്ട. എല്ലാരും ഒന്നും മിണ്ടാതെ നിൽക്ക്. കൊച്ചിനെന്താ പറയാനുള്ള? അതെ, ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ആ അങ്ങനെ വരട്ട്. അച്ഛൻ പറയാൻ സമ്മതിക്കോ? ഒന്നും മിണ്ടായിരിക്കും. നീ വിടാ. പിന്നെ അച്ഛനെ മിണ്ടാൻ സമ്മതിക്കാത്ത ഓള് ഓർഡർ ഇട്ട് ഇനിയും മിണ്ടൂല. ഞങ്ങൾ എന്തായാലും ഇവിടെ വെറുതെ കയറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാ അമ്മ, ഞങ്ങള് വാടകയുടെ പകുതി തരാം. വാടകയുടെ പകുതിയാ? എടാ, നിന്റെ ശമ്പളത്തിന്റെ 3/4 ഭാഗം ആവൂലടാ. ബാക്കി എത്ര? 1000 2000 1000. എടാ, 1000 രൂപ ഇവിടെ മീൻ വാങ്ങിക്കാൻ പോലെ തരുന്നുണ്ടാ. അതെ, ഞാനൊരു കമ്പനിയിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓ, വെൽ പ്ലാനിങ് ആണ്. മാറ്ററിലോട്ട് വരട്ടെ. അതിന്റെ കൊച്ചിനെ പറയാൻ സമ്മതിക്കണ്ടേ? ചേച്ചിക്ക് എന്തര്? അത് നിനക്കെന്താടാ? മിണ്ടായിരിക്കും വാലു. ആ നീലം ഓർഡർ ഇട്ട് ഇനി ബാലോചൻ വാർക്കില്ല. കൊച്ചു മിണ്ടായിരിക്കും. എന്താ കാര്യം പറ. വാടക പകുതി തരുന്നോണ്ട് തന്നെ കിച്ചൺ ഞാൻ കൂടെ ഉപയോഗിക്കണം. അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. സൗകര്യം നമുക്ക് ഉണ്ടാക്കാം. വർക്ക് ഏരിയ എന്നാലും മതി. ഇത് നടക്കാത്ത കാര്യമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കാര്യം നടക്കും. അങ്ങനെയാണെങ്കിൽ 3 നേരം ഞാൻ കൂടെ ഫുഡ് തരേണ്ടി വരും. എങ്ങനെ? വെറുതെ അല്ല, പൈസ തരാം. എന്റെ ഭാര്യക്ക് വല്ലവർക്കും വേണ്ടി വച്ചോളാൻ വേണ്ട ഒരു കാര്യമില്ല. ഞാനും കൂടെ സഹായിച്ചാ പോരെ? അതെങ്കിൽ ചാലക്കൽ കിച്ചണിൽ ചെന്ന് അവിടെ കിടന്ന് കളിച്ചാൽ മതി, ഇവിടെ വേണ്ട. ചാലക്കില് തുടങ്ങി ചുരുക്കുഴിപ്പള്ള പോവാൻ സമയമായി. ചായ ഉണ്ടാക്കുന്നതും വെള്ളം തിളപ്പിക്കുന്നതൊക്കെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങി ഞങ്ങൾ റൂമിൽ ചെയ്തോളാം. ഇവിടെ അങ്ങനെ ആർക്കൊരു ഇന്റൻഷൻ വേണ്ട. അല്ല, നീ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകണം. അത് ഉറപ്പിച്ചല്ലോ. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്ത് മാറിക്കോളാം. ഇപ്പൊ എന്തായാലും ഇത് പറ്റത്തില്ല. ഇവിടെ വെറുതെ പറ്റൂല. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. വാടക വീട്ടിലാ കിടക്കുന്നത്, എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. സ്റ്റാൻഡേർഡില്ലാത്ത വീട്ടിൽ വന്ന് കയറിയും പോയി. പണത്തിന്റെ അഹങ്കാരം കാണിച്ചു തുടങ്ങി. ഇങ്ങനെ വെറുതെ പറ്റൂല. ചവിട്ടി പൊളി കിട്ടടാ. വാടക വീടാണ്. എന്താന്ന് വെച്ചാ? എടാ, നിന്റെ ഭാര്യ എന്റെ കുടുംബത്തെ പറ്റി മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തില്ല. അച്ഛാ, അത് പിന്നെ ആരെങ്കിലും എനിക്ക് കേൾക്കണം. നിന്റെ വാവോടെ കേൾക്കണം. ബാലോചൻ ഞങ്ങൾ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? എനിക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല. പറടാ. എടാ, എനിക്ക് ഇപ്പൊ കേൾക്കണം. നിന്റെ ഭാര്യ നടത്തിയ പരാമർശത്താണ് എനിക്ക് ഇപ്പൊ കേൾക്കണം. പറടാ. അതൊരു തവണ കേട്ടല്ലേ, ഇനിയും കേട്ടാലേ അച്ഛന് തൃപ്തിയാവത്തുള്ള. ഓ, ഇനിയും കേട്ടാലേ അച്ഛനെ തൃപ്തിയാവത്തുള്ളൂ. എടാ, നിനക്കെന്താടാ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പഠിക്കടാ. അതെ, പഠിത്തത്തിന്റെ ആരോഗ്യം രണ്ടാമത്. ഇപ്പൊ കുടുംബം താർന്നു നിൽക്കുകയാണ്. ഫസ്റ്റ് കുടുംബം, അത് കഴിഞ്ഞ് മതി പഠിത്തം. അച്ഛാ, അത് അവളാ സമയത്തുള്ള ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞതാ. ദേഷ്യം എല്ലാവർക്കും വരും, പക്ഷെ ഇടംവരെ നോക്കാതെ ഓരോന്നും പറയാൻ പാടില്ല. നീ എന്തിനാണ് പിന്നെ കിടന്ന് അമ്മാന്ന് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡില്ലാത്ത വീട്ടിൽ വന്ന് കയറിപ്പോയല്ലോ. ഇങ്ങനെ കാര്യം ചെയ്യും, നീ അവനെ വിളിച്ചോ, നിന്റെ വീട്ടിൽ പോവച്ചേ. അവളെ സ്റ്റാൻഡേർഡ് ഒരുപാട് കൂടിപ്പോയി കാണു വെച്ചേ. അച്ഛൻ സംസാരിക്കണില്ലേ? മിണ്ടാരിയടാ. അവൻ സംസാരിക്കണേ, എങ്ങനെ സംസാരിക്കായിരിക്കും?
യവന്റെ കുടുംബത്തെ ഈ വൃത്തിയിട്ട വഞ്ചിച്ചില്ലേ ഇല്ലടാ. എൻ്റെ കുടുംബത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റും തോന്നണോടാ? തോന്നണോടാ? അങ്ങനെ കളിയിൽ ഇവിടെ ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം കൂടെ നമ്മൾ വിഷം കൊടുത്ത് കൊല്ലല്ലോടാ. അറിയപ്പെടാ എനിക്ക് എന്തൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനം ഇത്. സ്റ്റാൻഡേർഡാ എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയപ്പെടാ. രണ്ടിനെ തൂക്കിന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് നാണോടാ ഇറങ്ങി പിടിച്ചിട്ട് ഇറങ്ങണം. അച്ഛന്റെ കുടുംബകാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വരണല്ലോ. അപ്പൊ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ അച്ഛൻ ഇടപെടാൻ വരണ്ട. അച്ഛന് പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛൻ ഇറങ്ങിപ്പോകും. അച്ഛറങ്ങി പോകണം. ബാലച്ച വിഷ്ണുവിന്റെ ദേഹത്തോടെ എന്റെ സ്വഭാവം മറക്കടാ. അതെ ഇതെന്റെ മോനാണ്. എന്നാലേ നിന്റെ ഭർത്താവാ. ആര് ജയിക്കുമെന്ന് നോക്കാം. ആ നോക്കാം. നീ മിണ്ടാതിരി. ക്ഷമിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ട്. അച്ഛാ സൂക്ഷിക്കണം കേട്ടാ. ആയുധത്തോണ്ട് വാടാ. ഭാര്യയ്ക്ക് വേണ്ടി അച്ഛനെ കൊല്ലാൻ വേടാ. ഒന്ന് നിർത്തുവാലോ. എന്തോന്ന് കുറെ നേരമല്ല ഇങ്ങനെ നടന്ന് ബഹളം വെക്കണേ. എന്തിനാ? നാട്ടുകാർ കേൾക്കൂലേ? കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ മിണ്ടാതിരിക്കണേ. ഇനി ബഹളം വെച്ച അച്ഛനെ മോനെ ഞാൻ ഇവിടെ ഇറക്കി വിടും. ഒച്ചേ എന്താ ഇവിടെ നിൽക്കണേ? കയറി പോച്ചകത്ത്. കയറി പോകാനാ? പുറത്തോട്ട് ഇറക്കി വിടറി. ഇയാൾ പാടോ. അപ്പൊ തൽക്കാലേ കുറച്ച് ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന് വീട് കിട്ടും. നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം. വാ പോവാ. പക്ഷെ നീലുമ്മ പറയണം. നീലുമ്മ പറയാൻ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും വരത്തില്ല. പറ്റിയ അവസരമാണ്. ഇറങ്ങി പോകാൻ പറ. എന്തിനാ മിണ്ടായിരിക്കണം? നീ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി പോകും. അമ്മ ഞങ്ങൾ ഇറങ്ങണ. അതാ ഞാൻ ഇറങ്ങണ. നീലുമ്മ പറ. നീലുമ്മ പറയാമ്മ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങി തരാം. ഞങ്ങൾ ആർക്കും ഒരു ശല്യം ആവത്തില്ല. പറയടേ. ലാസ്റ്റ് ചാൻസ് ആണ്. പറ. ഞാൻ ഇറങ്ങണോ? ഇവരിറങ്ങണം. പറയടി.